അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാൻ ശ്രമം. തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് അർജുന്റെ കുടുംബം. നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഇതും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്ന്, അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തിരച്ചിലിന് മുന്നോട്ട് വെച്ച സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. ഡൽഹിയിൽ IAS പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ മരിച്ചു. മരിച്ചത് എറണാകുളം സ്വദേശി നവീനും 2 പെൺകുട്ടികളും. പരിശീലന കേന്ദ്ര ഉടമയടക്കം 2 പേർ അറസ്റ്റിൽ. പ്രതിഷേധം കടുപ്പിച്ച വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിൽ സ്ത്രീക്ക് വെടിയേറ്റു. കൈക്ക് പരിക്കേറ്റ ഷിനി ചികിത്സയിൽ. ആക്രമിച്ചത് കൊറിയർ നൽകാനെന്ന വ്യാജന എത്തിയ സ്ത്രീ. അവരൊപ്പിടാനിങ്ങനെ ശകല ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. ഉള്ളം കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് ടിപ്പ് എന്ന് 2 വെടി വെച്ചു. അന്വേഷണം ഊർജിതം. കേരളത്തിലെ കോൺഗ്രസ് തർക്കങ്ങളിൽ ഇടപെട്ട് AICC. മാധ്യമ വാർത്തകളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ നേതൃത്വം. വാർത്ത ചോർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം. KPCC അച്ചടക്ക സമിതിക്ക് കത്തയച്ച് ദീപാദാസ് മുൻഷി. മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. 3ാമതും ഇടതുമുന്നണി അധികാരത്തിലെത്തും. ഒരു പാർട്ടിയെയും പ്രീണിപ്പിക്കാൻ നോക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറിന് വെങ്കലം. അതുല്യ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാഡ്മിന്റണിൽ HS പ്രണോയ്ക്ക് വിജയത്തുടക്കം.